ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹാപ്പി ഓണാണ്, ഇന്ന് തിരുവോണമാണ്. അപ്പം കഴിഞ്ഞ വർഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓണത്തിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം നമുക്ക് ഓണത്തിൻ്റെ വീഡിയോസൊന്നുമില്ല. ഞാൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് 2004 ഒരുപാട് പ്രതിസന്ധിയിലാണ്. അപ്പം ഞാനിത് പറയണോ വേണ്ടയോ എന്നെന്ത് ചെയ്തതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്ത് കാര്യം പറയണമെങ്കിൽ ഒരു ഇത് വേണമല്ലോ, കണ്ടോ, ഒരു എൻഡ് വേണം. അപ്പം ഞാനിപ്പോൾ ഇത് കേരളത്തിലാണ് ഉള്ളത് കേട്ടോ. എനിക്കിപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാനായിട്ട് നല്ലൊരു സ്റ്റേജ് ഉണ്ട്, നല്ല ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ഇത് വന്നിട്ട് കേരളം തന്നെയാണ്, തമിഴ്നാടല്ല. പക്ഷെ ഞാൻ രാവിലെ എണീറ്റപ്പോഴും ഞാൻ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണോ എന്നൊക്കെ ചിന്തിച്ചാണ് എണീറ്റത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, അല്ല, ഞാൻ കേരളത്തിൽ തന്നെയാണ് ഉള്ളത്, കേരളത്തിലാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എനിക്ക് ഈ വീഡിയോ ആയിട്ട് വരാനായിട്ടുള്ള കാരണം എനിക്ക് 2 വ്യക്തികൾക്കുള്ള മറുപടി കൊടുക്കാനും കേരളത്തിൽ ചില ആളുകൾക്ക് ഉള്ള മറുപടി കൊടുക്കാനായിട്ടാണ് ഞാൻ വന്നത്. കുറച്ച് നീങ്ങി എന്ന് കണ്ടാൽ, അതായത് നമ്മൾ കേരളത്തിൽ ലാസ്റ്റ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വീടാണ്, നല്ല ഇത് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം അത് നല്ല വീടായിരുന്നു. നല്ലതായതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, ആ വീട് വാടകയ്ക്കെടുത്തത്. ആ വീട് വാടകയ്ക്കെടുത്തതിന് പിന്നിലൊരു കഥയുണ്ട്. 2024 ഇത് 2024 അല്ലേ, 2004 ഒരു കഥയുണ്ട് എൻ്റെ ജീവിതത്തിൽ. 2003 2004 ഒരിക്കലും മറക്കാത്തതായ ഒരു കഥ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ നാട്ടുകാർക്ക് ചിലപ്പോൾ ആ കഥ ഒരുപക്ഷെ അറിയാമായിരിക്കും. ഒരു വൻ ദുരന്തത്തിൻ്റെ കഥയുണ്ട്. ആ ഒരു കഥയിലൂടെയാണ് ഞാൻ എന്ത് ചെയ്തത്, മുമ്പോട്ട് വീണ്ടും ഞാൻ അതിൻ്റെ പുറകിലേക്ക് എന്ത് ചെയ്തു പോയി. അതായത് നിങ്ങൾക്കറിയാം, ഞാനൊരു റോമൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ, അല്ല, എൻ്റെ അമ്മ റോമൻ കത്തോലിക്കയും എൻ്റെ അപ്പൻ സീസയുമാണ്. എൻ്റെ അപ്പൻ്റെ പെങ്ങൾ വന്ന് ബന്തിക്കോസാണ്, അവരും സീസൈ തന്നെയാണ്, അവരും ബന്തിക്കോസിലാണ്. അപ്പോൾ എൻ്റെ ഒരു 14 വയസ്സിൽ എൻ്റെ അപ്പൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ പെങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്താനിടയായി. അപ്പോൾ അവർ പെന്തിക്കോസ്തുകാരാണ്. അവർ ഇന്ത്യ പെന്തക്കോസ്ത IPC എന്ന് പറയുന്ന പിന്നെ എന്താ പറയുന്ന പെന്തിക്കോസ്ത IPC എന്ന് പറയുന്ന ഇതിലാണ് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചർച്ച് വന്നിട്ട് എൻ്റെ പപ്പയുടെ പെങ്ങളുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ പാസ്റ്റർമാരും ഒക്കെ ആയിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്തു പോകുന്ന ഫാമിലിയാണ് എൻ്റെ പപ്പയുടെ പെങ്ങൾ. എൻ്റെ പപ്പയ്ക്ക് ഒരു പെങ്ങളേ ഉള്ളൂ, ആള് മരണപ്പെട്ടു പോയി. അപ്പം എൻ്റെ ഒരു 6 മാസത്തെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഇവരുടെ കൂടെയായിരുന്നു. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, അറിയാലോ പെന്തിക്കോസ്തുകാരുടെ സ്വഭാവം നിങ്ങൾക്ക് എന്തായാലും നല്ലോണം അറിയാം. ഇവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ആ ചങ്ങലയിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ അതിലെ ഒരു കണ്ണിയാക്കുക എന്നതാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ പ്രകൃതം. അങ്ങനെ എൻ്റെ കുട്ടിക്കാലമല്ലേ, 14 വയസ്സല്ലേ. അപ്പോൾ എനിക്ക് അവർ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോവുകയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ഇതിലേക്ക് എന്ത് ചെയ്തു, ഞാൻ ചേർന്നു. അവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം. ആദ്യം എൻ്റെ അമ്മയും അമ്മയുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞു തന്ന പാന്താവിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് നിന്നപ്പം ആ പാന്താവിലേക്ക് പോയി. ഞാൻ അങ്ങനെ അവരുടെ സ്നാനം സ്വീകരിച്ച് അവരോടുകൂടെ ചേർന്ന് എന്ത് ചെയ്തു പോകി. എൻ്റെ ജീവിതത്തിൻ്റെ കഥ തുടങ്ങുന്നു അവിടെ വെച്ചിട്ടാണ്. ഈ വീഡിയോ കാണുന്ന കുറച്ച് ആളുകൾ, ഒരു അനീഷ് എന്ന് പറയുന്ന അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ബന്തിക്കോസ്തുകാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും ഞാനൊരു ഔട്ട്ലൈൻ തന്നു, ഇനി കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ അടക്കം അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് പോർഷനിൽ കേരളത്തിനകത്ത് നമ്മൾ വീഡിയോ ഇട്ടിരിക്കുന്ന വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊരു പെന്തിക്കോസ്തുകാരൻ്റെ വീടാണ്. അവൻ്റെ പേരാണ് ജേക്കബ് ഹെമേഴ്സൺ ജേക്കബ്.
ഭാര്യയുടെ പേര് എൽസമ്മ. ഇവർ വന്ന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവരെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അറിയാം. അതായത് ഇതിപ്പോൾ 2024, ഇവരെ ഞാൻ പരിചയപ്പെടുന്ന 2004 ഇവരെ ഞാൻ പരിചയപ്പെടുന്നത് ബോംബെയിൽ വെച്ചിട്ടാണ്. അതായത് ഞാൻ പറഞ്ഞു വന്ന ഈ പെന്തക്കോസ്തിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന കാലയളവിലാണ് ഞാൻ ഇവരെ ബോംബെയിൽ ആലിബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അതായത് ഷാമുവൽ, ബെറ്റി, ഫിന്നി എന്നൊക്കെ പറയുന്ന കസിൻ്റെ വീട്ടിൽ ആ ഒരു ഇതിലോട് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ഷാമുവലും ഒക്കെ ആയിട്ടുള്ള ഒരു മുൻ കാലഘട്ട പരിചയമുണ്ട് എനിക്ക്. അത് അവിടെ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ എമേഴ്സൺ ജേക്കബിനെ എന്ത് ചെയ്യുന്നത്, ഞാൻ പരിചയപ്പെടുന്നത്. ഇവൻ്റെ പേര് ജേക്കബ് എന്നാണ്. അന്ന് ജേക്കബ് ബ്രദർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾക്കറിയാം ബെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇതുണ്ട്. IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IPCയിൽ നിന്ന് കുറേ ആളുകൾ അടി കൂടുമ്പോൾ ഷാരോൺ എന്ന് പേരിട്ട് അവരൊരു കൂട്ടായ്മയാവും. ഷാരോൺ എന്ന് പറയുന്ന ചർച്ചിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപപ്പെടും. അങ്ങനെ നിങ്ങൾക്കറിയാം, ഇനി ഞാൻ അതൊന്നും വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ നിയമം എന്ന് പറയുന്ന ഒരു സഭ അന്ന് ജേക്കബിന് എവിടെ വെച്ചുണ്ടായിരുന്നു, ആലിബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ജേക്കബിൻ്റെ കുട്ടികളെല്ലാം ചെറിയ 2 കുട്ടികളാണ്. ഈ ജേക്കബ് വന്നിട്ട് ജേക്കബിൻ്റെ വീട് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ്, തലയോലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്, ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ അന്ന് ഈ ബോംബെയിൽ വെച്ച് 2004 ഈ ജേക്കബിനെ ഞാൻ ബോംബെയിൽ വെച്ച് പരിചയപ്പെടുകയും എൻ്റെ ലൈഫിൽ ഞാൻ അവിടെ നിന്ന് ബോംബെയിൽ നിന്ന് തിരിച്ചു പോകുന്നത് വളരെ അക്രമീയമായ ഒരു ആക്രമിക്കപ്പെട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ബോംബെയിൽ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് ജേക്കബിനെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ ജേക്കബ് ഇതൊന്നും അറിയുന്നില്ല. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ജേക്കബിന് ഒരു 4-5 വീട്ടുകാർ പ്രാർത്ഥനയ്ക്കുള്ള പെണ്ണുങ്ങൾ, ഒരു ലിസി സിസ്റ്റർ, പിന്നെ അങ്ങനെ കുറച്ച് ആളുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൂട്ടായ്മ ഇവൻ്റെ കൂടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തലവനാണ് ഈ ജേക്കബ്. അപ്പോൾ അന്ന് ഈ ജേക്കബിൻ്റെ വീട്ടിൽ ആലിബാഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവൻ എന്നെ ക്ഷണിക്കുകയും അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ചു വന്ന് കണ്ടു കഴിഞ്ഞാൽ ആലിബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാട് പോലെയാണ് കേട്ടോ. എനിക്കിന്നും ഓർമ്മയുണ്ട് അതൊക്കെ. അങ്ങനെ ഞാൻ തിരിച്ചു വരികയും അതിനുശേഷമാണ് ഞാൻ ആക്രമിക്കപ്പെടുന്നത്. എൻ്റെ ലൈഫിൽ ആക്രമിക്കപ്പെട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ ഇതിനെല്ലാം ഇവനും പങ്കുണ്ട്. ഇവനും പങ്കുണ്ട്. കാരണം ഈ ഞാൻ താമസിക്കുന്ന ആലിബാഗിന് മുമ്പ് ആലിബാഗിൽ ഞാൻ താമസിക്കുമ്പോൾ അവിടെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ എൻ്റെ ബന്ധുവായ ഫിന്നിയുടെ ഭാര്യയാണ് എൻ്റെ ബന്ധു ബെറ്റി. നല്ല ബന്ധമാണ്. അവരുടെ ചർച്ചാണ് അത്. ജേക്കബാണ് എൻ്റെ ഒരു ചർച്ചാണ്. ഒരു ചർച്ച് വന്ന് അന്ന് വറങ്കൽ എന്ന് പറയുന്ന അങ്ങനെ എങ്ങാണ്ട് പറയുന്ന ഒരു പേരാണ് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അവിടെ വന്നൊരു ചർച്ചുണ്ട്. അങ്ങനെ ഒരു 3-4 ചർച്ച് കൂട്ടായ്മ എന്ത് ചെയ്യുന്നുണ്ട്, വീടാണ് കേട്ടോ, അവിടെ ഒരു വീടാണ്. അവിടെ ഇങ്ങനെ കൂട്ടായ്മ, അങ്ങനെ 2 കൂട്ടായ്മയിലും ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ജേക്കബിനെ എനിക്ക് പരിചയമുണ്ട്. ജേക്കബിനെ എൽസമ്മേനെ എനിക്ക് പരിചയമുണ്ട്. എൽസമ്മയാണ് അവളെ പേര്, എന്തെങ്കിലും ആട്ടെ. ഞാൻ ഈ ഫോട്ടോയും കൂടെ വെക്കാം, അപ്പോൾ നിങ്ങൾക്ക് ആളെ കാണാമല്ലോ. അപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എനിക്കിവരെ പരിചയമുണ്ട്. അപ്പം ഞാൻ ഇവരെ വീട്ടിൽ ചെന്ന് അന്ന് മോര് കറി, മത്തി വറുത്തത്, ഒരു പയറ് തോരൻ, അച്ചാറ്, ഇതൊക്കെ കൂട്ടി ഇവരെനിക്ക് ഭക്ഷണം തരികയും ചെയ്തു. അപ്പം ജേക്കബ് എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജേക്കബിനെ ഞാൻ ഫസ്റ്റ് കണ്ടപ്പം ഞാൻ ഈ ബെറ്റി എന്ന് പറയുന്ന അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ജേക്കബിനെ കാണുന്നത്. അന്ന് രാത്രിയിലൊരു പ്രാർത്ഥനയുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ജേക്കബ് അവിടെ വന്നിട്ട് പോയി. അപ്പം ഞാൻ ചോദിച്ചു ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ ജേക്കബ് എന്നോട് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ബെറ്റി പിന്നെ എല്ലാവരും ഉണ്ട്. ആ സമയത്താണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞ് അവിടെ വെച്ച് ഒരു പ്രശ്നം നടന്ന് ഞാൻ തിരിച്ചെന്ത് ചെയ്ത് കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഈ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്, അതായത് ഞാനിപ്പം നിങ്ങൾ കണ്ടില്ലേ താമസിച്ച വീട്, ലാസ്റ്റ് നമ്മൾ താമസിക്കുന്ന വീട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്.
ആ വീട്ടിൽ 2004 ഞാൻ എന്ത് ചെയ്താണ് അവിടെ ഇരുന്ന് ഞാൻ നാട്ടിൽ വന്നപ്പോൾ, അതായത് ബോംബെയിൽ നിന്ന് തിരിച്ച് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ജേക്കബുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ജേക്കബ് പറഞ്ഞു ഞാനിവിടെ വന്ന് നാട്ടിലുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ജേക്കബിൻ്റെ കുടുംബ വീടുണ്ട്. അപ്പോൾ അന്ന് അവിടെ അമ്മയും അച്ഛനൊക്കെയുള്ള കുടുംബ വീടുണ്ട്. അവിടേക്ക് ഞാൻ പോവുകയും എൻ്റെ കൂടെ വേറെ ഒരാളും ഉണ്ട്. ആ ആളുടെ പേരാണ് ഷാമൂല. അപ്പോൾ ഞങ്ങളെ അവിടേക്ക് ക്ഷണിക്കുകയും, അപ്പോൾ എന്നോട് ക്ഷണിച്ചപ്പോൾ ദാസ് എന്ന് പറയുന്നൊരു പാസ്റ്ററുണ്ട്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു രാജി മോളെ അവിടെ പോയി കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ബോംബെയിൽ നിന്ന് കുറച്ച് പ്രതിസന്ധി അനുഭവിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദാസ് പാസ്റ്റർ എന്നോട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എൻ്റെ മനസ്സിനകത്തുണ്ട്. അവിടെ പോയാൽ സൂക്ഷിക്കണം രാജ്യമോളെ എന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഉണ്ട്. എന്തുകൊണ്ടാണ് ദാസ് പാസ്റ്റർ അത് പറഞ്ഞതെന്ന് ഞാൻ പാസ്റ്ററോടോട്ട് ചോദിച്ചതുമില്ല. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ നിങ്ങൾ പൊയ്ക്കോ, പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരണം, അവിടെ കിടക്കുകയൊന്നും ചെയ്യരുത്, തിരിച്ചിങ്ങോട്ട് വരണം, രാജ്യമോളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എൻ്റെ നല്ല യൗവന പ്രായമാണ്, എനിക്കിത് നല്ലോണം ഓർമ്മയുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഇപ്പം നമ്മൾ ലാസ്റ്റ് താമസിച്ച ആ വീട്ടിൽ വന്നപ്പം ഈ ജേക്കബിൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ജേക്കബ് എന്നോട് പറഞ്ഞു ബെറ്റി സിസ്റ്ററിന് ഒരു പാസ്റ്റർ ഭാര്യ എന്നുള്ള ഒരു ക്വാളിറ്റി ഇല്ല. ബെറ്റി സിസ്റ്ററിനെ അപേക്ഷിച്ച് രാജി സിസ്റ്ററിന് ഒരു പാസ്റ്റർ ഭാര്യയുടെ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. നിങ്ങൾ ഫസ്റ്റിൽ എന്നോട് പറഞ്ഞില്ലേ ചായ കുടിച്ചിട്ട് പോകാം എന്ന്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു പാസ്റ്റർ ഭാര്യയുടെ അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ട് എന്ന് എന്ത് ചെയ്ത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. അത് ഒരു മുൻ കഥയാണ്. അത് ഞാനിപ്പോൾ ഈ വീഡിയോയിലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് അതിലൊരു അങ്ങനെ ആവാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ജേക്കബ് അതിൻ്റെ ആശയം കൂടെ എന്നോട് പറഞ്ഞു തന്നു. മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ബെറ്റി എന്ന് പറയുന്ന, ബെറ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭർത്താവിൻ്റെ പേര് ഫിന്നി എന്നാണ്, ഫിന്നിയുടെ ഭാര്യയാണ് ബെറ്റി. ഇവർ വന്നിട്ട് കോഴിക്കോട് ജില്ലയിലാണ് എന്ത് ചെയ്യുന്നത് താമസിക്കുന്നത്. രണ്ടുപേരും കോഴിക്കോട് ജില്ലക്കാരാണ്. ഫിന്നിയുടെ വീട് വന്ന് നെല്ലിപ്പൊയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിൽ. അപ്പോൾ പറഞ്ഞു ബെറ്റി സിസ്റ്ററിൻ്റെ ഒരു പാസ്റ്റർ ഭാര്യ ആവാനുള്ള ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞു എന്നോട്. അത് ഞാൻ അവിടെ വിട്ടു. വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയല്ലേ.